ഹലോ, എന്തിനാ വിളിച്ചത്? പല്ലവി, പല്ലവി എന്തിനാ കരയുന്ന? ഞാനൊരു കൊച്ചു പെണ്ണല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സുന്ദരിയല്ലേ? നീ കാര്യം പറയ്. 45 വയസ്സുള്ള ഒരാൾക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കാൻ പാടുണ്ടോ? നീ എന്താ പറഞ്ഞു വരുന്ന? സത്യ വിപിൻ സാറേ, മുത്തശ്ശൻ എന്നെ ഒരു 45കാരനെ കെട്ടിച്ചു കൊടുക്കാൻ പോവുക. നിന്നെ 45 കേട്ടപ്പോ തന്നെ വിപിൻ സാറിന് വിഷമായില്ലേ? പ്രായം ഉണ്ടെങ്കിലും ആള് വിപിൻ സാറിനെ പോലെ സുന്ദരനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇയാള് കാണാനും കൊള്ളില്ല. അല്ല, ഇത് എന്നോട് വിളിച്ചു പറഞ്ഞ എന്തിനാ? എനിക്ക് അയാള് വേണ്ടെന്ന് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു. അയാള് തന്നെ ഞാൻ കെട്ടണമെന്ന് മുത്തശ്ശന് നിർബന്ധം. എന്റെ അമ്മയെക്കാളും പ്രായമുണ്ട്. മുത്തശ്ശനെ ധിക്കരിക്കാൻ പാടില്ലെന്നാ അമ്മ പറയുന്നത്. വിപിൻ സാറ് അവരോടൊന്ന് സംസാരിക്കോ? ഞാൻ എങ്ങനെയാ? വിപിൻ സാർ ഇവിടെ വരണം. മുത്തശ്ശന്റെ അമ്മയുടെ മനസ്സ് മാറ്റണം. അല്ല, അയാളെ ഇഷ്ടമല്ലാന്ന് പല്ലവി അങ്ങ് പറഞ്ഞാ പോരെ? ഞാൻ ബിസിയാ, അവിടം വരെ വരാൻ സമയമില്ലാത്തോണ്ടാ. വിപിൻ സാറ് എന്നെ കൈവിടുവാണല്ലേ? വിപിൻ സാർ ഇവിടെ വന്നില്ലെങ്കിലേ അമ്പലക്കുളത്തെ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും, ഉറപ്പാ. നീ അബദ്ധമൊന്നും കാണിക്കല്ലേ, ഞാൻ വരാം. അയ്യോ, അത് ഏറ്റു. വിപിൻ സാറ് വരും. ഇനി ഒരു 45 വയസ്സുകാരനെ സങ്കടിപ്പിക്കണമല്ലോ. ഫോറൻസിക്കിലെ ധനുഷിനെ ഇത് ഏൽപ്പിക്കണം. സർ, ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ സർ. ഞാൻ സംശയിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. പാർവതിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ആ പൂക്കൾ അരവിന്ദനെ ഏൽപ്പിച്ചിരിക്കുക. ഫോറൻസിക് ലാബിൽ പരിശോധിച്ചാൽ അതിൽ കെമിക്കൽ സ്പ്രേ ചെയ്തിരിക്കുന്ന കാര്യം വെളിച്ചത്ത് വരും. പാർവതി എൻ്റെ അനിയത്തി തന്നെയാ. അവളുടെ സംശയം തീർത്തു കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഇവൾക്ക് കിച്ചണില് ജോലിയില്ലേ? കൂടെ വരാൻ ഞാനാ പറഞ്ഞത്. എന്തിന്? സെർവൻസിനെ കൊണ്ടാണോ ഷോപ്പിങ്ങിന് പോകുന്നത്? ഷോപ്പിംഗ് ബാഗ്സ് ചുമക്കാൻ ഒരാള് വേണ്ട ആന്റി. ആ, പാർവതി ചെന്ന് മുന്നിൽ കയറ. എത്ര പരിഗണന നൽകിയാലും പിന്നിൽ ഒതുങ്ങിക്കൂടും മരക്കഴുത. വിഷ്, സെർവന്റിന്റെ കൂടെയാണോ ഞാൻ യാത്ര ചെയ്യേണ്ടത്? അത് കാര്യാക്കണ്ട ആന്റി. പാർവതി ഉണ്ടാക്കുന്ന ഫുഡ് ഇന്ന് മുതൽ ആന്റി കഴിക്കാൻ പോകുന്നു. പാർവതി ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാമെങ്കിൽ പാർവതിയുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? നിനക്കറിയില്ലേ വിഷ്, അമേരിക്കയിൽ ആരും സെർവൻസിന്റെ കൂടെ യാത്ര ചെയ്യില്ലെന്ന്? ഓ, അയ്യോ, അത് ഞാൻ ഓർത്തില്ല ആന്റി. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ 3 പേരും ഇതിൽ പോവാം. ആന്റി ഒരു ടാക്സി പിടിച്ചിട്ട് ഷോപ്പിംഗ് മോളിൽ എത്തിയാൽ മതി. അത് വേണ്ട, ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതി. പ്രഭേച്ചി വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ഗാർഗി പറയുന്നത് ശരി, സുശീല ആന്റി അല്ല, ഇത് ദുശീല ആന്റിയാ.
ആ മോനെ ജിതിൻ, പപ്പ പണി പാളിയോന്നൊരു സംശയം. അത് പറയാനാ ഞാൻ വിളിച്ചേ. എന്താടാ? പാർവതി നമ്മൾ മനസ്സിലാക്കിയത് പോലെയൊന്നും അല്ല പപ്പ. അറിവും പഠിപ്പും കോമൺ സെൻസും ഇല്ലാത്തവളായിട്ടല്ലേ നമ്മൾ അവളെ കണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവൾക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട് പപ്പ. എന്താ ഉണ്ടായത്? നീ ഒന്ന് തെളിച്ച് പറ. വിശാലിനെ ജയെ ഇല്ലാതാക്കിയതുപോലെ പൂക്കൾ ഉപയോഗിച്ച് കൊല്ലാനായിരുന്നു എന്റെയും ജാസ്മിന്റെയും പ്ലാൻ. ആ ബൊക്കയില് ആ കെമിക്കൽ ചേർത്ത മെഡിസിൻസ് സ്പ്രേ ചെയ്ത് വിശാൽ കിടക്കുന്ന റൂമിൽ വെച്ചു. പക്ഷേ എന്തോ സംശയം തോന്നിയിട്ട് പാർവതി അത് എടുത്തുകൊണ്ട് പോയി അരവിന്ദിനെ ഏൽപ്പിച്ചു. അരവിന്ദിനത് ഫോറൻസിക് ലാബിൽ കൊടുത്തയച്ചിരിക്കുക. ഫോറൻസിക് ലാബിൽ പരിശോധിച്ചാൽ പ്രശ്നമാവുമല്ലോ മോനെ. അതെ പപ്പ, കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഇല്ലാതെ അരവിന്ദിനും അവൻ്റെ പോലീസിനും എൻ്റെയും ജാസ്മിൻ്റെ അടുത്ത് എത്താൻ കഴിയും. ജയെ ഞാൻ കൊലപ്പെടുത്തിയതാണെന്ന് അയാൾക്ക് മനസ്സിലായാൽ എല്ലാ വകുപ്പുകളും ഇട്ട് അയാൾ നമ്മളെ പൂട്ടും. എന്താ പപ്പ ചെയ്യണ്ടേ? ആ പൂക്കൾ ഫോറൻസിക് ലാബിൽ എത്താൻ പാടില്ല. മുന്നിലേക്ക് നോക്ക്. മുന്നിലേക്ക് നോക്കിയിട്ട് എന്ത് കിട്ടാനാ? എനിക്ക് വിശാലിങ്ങനെ നോക്കിയിരിക്കാനാ ഇഷ്ടം. വിഷ്, കാറിലിരിക്കുന്നവർ എവിടെ വേണം നോക്കിക്കോട്ടെ. നീ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കൂ. സോറി. ഇറ്റ്സ് ഓക്കെ. ഈ നാശം പിടിച്ചവള് എന്റെ ദേഹത്തേക്ക് ചാടി വീണത്. സെർവന്റിന്റെ കൂടെ യാത്ര ചെയ്യാന്ന് സമ്മതിച്ച് എന്നെ തന്നെ പറഞ്ഞാ മതിയല്ലോ. പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോ വേറെ എവിടെയും പിടിക്കാൻ പറ്റാത്തോണ്ട് സീറ്റ് ബെൽറ്റ് എന്തിനാടി? കാണാനാണോ വെച്ചിരിക്കുന്നത്? ഇതിടാൻ എനിക്കറിയില്ല. അതിന് ജാസ്മിനും സീറ്റ് ബെൽറ്റ് ഇല്ലല്ലോ. ജാസ്മിൻ, സീറ്റ് ബെൽറ്റ് ഇട്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. ജാസ്മിൻ, വിശാല് നിനക്ക് വേണ്ടിയാ പാടുന്നത്. യു ആർ എ വെരി വെരി ലക്കി ഗേൾ. ഞാൻ പാടുന്നതും പറയുന്നതും എല്ലാം പാർവതിയോടാണെന്ന് അവൾക്കറിയാം. എന്നിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നതില്ലേ? എന്താ വിശാൽ? ഒന്നുമില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് വിശാൽ സർ. പക്ഷേ ഞാൻ സന്തോഷിക്കാൻ പാടില്ല. അതിനുള്ള അർഹത എനിക്കില്ല. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ. അവനെ കാണുന്നില്ലല്ലോ.
മണിക്കുട്ട കിട്ടിയോ? വെയിലിന് എന്താ ചൂട്. നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? എവിടെയെങ്കിലും പോണമെങ്കിൽ തണുപ്പുള്ള കാറിലിരുന്ന് പോവല്ലോ. വെയിലായാലും മഴയായാലും ഞങ്ങൾ കിളികൾക്ക് പറന്നു തന്നെ പോണം. വെയിലുണ്ടോ മഴയുണ്ടോ ഞാൻ ചോദിച്ചില്ലല്ലോ. കിട്ടിയോ അത് പറ. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ പൊരുവെയിലത്ത് പറന്നുപോയ ആ പെണ്ണിന്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചത്. ന്യായമായ കൂലി കിട്ടാതെ ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു തരില്ല. കൂലിയായിട്ടെ ആ പഴോ ആപ്പിളോ ഓറഞ്ചോ എന്തുകൊണ്ട് വാങ്ങിത്തരാലോ പോരെ? ആപ്പിൾ ഓറഞ്ചും ഒക്കെ പിന്നെ മതി. എനിക്കിപ്പോ ഒരു ചോക്ലേറ്റ് വേണം. ആ ചോക്ലേറ്റ് വാങ്ങിത്തന്ന അവളുടെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു തരാം. എടാ എടാ അതൊക്കെ വാങ്ങിത്തരാം. സംസാരിച്ച് കഴിയിട്ട് ചോക്ലേറ്റ് വാങ്ങിത്തരാം പോരെ? പറ്റില്ല. നമ്പർ പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് ആദ്യം ചോക്ലേറ്റ് വാങ്ങിത്തരണം. എനിക്കറിയായിരുന്നു നീ അതും ചോദിച്ചു വരുമെന്ന്. താണേ ഞാൻ നേരത്തെ തന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഹായ്. പോരെ? അത് വേണ്ട. ആദ്യം നീ നമ്പർ പറ, എന്നിട്ട് മതി ചോക്ലേറ്റ്. അതെ, വല്ലപ്പോഴും എനിക്ക് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാ അനിക്കുട്ടി നമ്പർ തന്നത്. ഞാൻ ആദ്യം സംസാരിക്കാം, എന്നിട്ട് നിനക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ അനിക്കുട്ടിയോട് പറയും. അപ്പോ നീ സംസാരിച്ചാ മതി. ഏറ്റവും നീ നമ്പർ പറ. സ്പീക്കർ ഫോണാ, സ്പീക്കർ ഫോണാ, സ്പീക്കർ. ഹലോ, ഞാനാ അനിക്കുട്ടി, മണിക്കുട്ടൻ. മണിക്കുട്ട, ഒരു തത്ത എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടേ ആരും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അവരാരും അടുത്തില്ല. അവര് വരുമ്പോ ഞാൻ മണിക്കുട്ടനെ തിരിച്ചു വിളിക്കാവേ. ശരി. അതെ, ഓമനക്കുട്ടൻ എന്റെ അടുത്തുണ്ട്. അനിക്കുട്ടിയോട് ഓമനക്കുട്ടൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന്. വേണ്ട മണിക്കുട്ട, അയാളെ കാണാനൊരു തരികിട പോലെയാ. അനുക്കുട്ടിക്ക് വെറുതെ തോന്നുന്നതാ. ഓമനക്കുട്ടനെ ജെന്റിൽമാനാ. ജെന്റിൽമാനാ. പക്കാ ഡീസന്റാ. പക്കാ ഡീസന്റാ. തങ്കപ്പെട്ട സ്വഭാവ. തങ്കപ്പെട്ട സ്വഭാവ. ഇതെല്ലാം അയാള് പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാം. നീ ആൾക്ക് ഫോൺ കൊടുത്തേ. അനുക്കുട്ടി എന്താ പറയാനുള്ള? എന്തൊക്കെയോ. അതിപ്പോ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല. അറിയില്ലെങ്കിലേ പറയണ്ട. അറിയാം അറിയാം, പറയാം പറയാം. എനിക്ക് അനുക്കുട്ടിയോട് എനിക്ക് പറയേ. എനിക്ക് അല്ല അനുക്കുട്ടി, നിങ്ങളൊക്കെ ആരാ? എന്താ പറയണ്ടേ? നമസ്കാരം. അല്ല എനിക്ക് അതെ, എന്താന്ന് വെച്ചാ വേഗം പറയേ, എനിക്ക് വേറെ ജോലിയുണ്ട്. പിന്നെ പറയാം, തിരക്കിലാണ്. ഹലോ, കസ്റ്റമർ കെയർ ചെയ്യുന്ന. മനസ്സിലായി. നീയാണോ അവന് സെറ്റാക്കി കൊടുത്തേ? എടാ, നീ ഹംസമാണോ തത്തയോ? ഞാൻ തത്തയും ആവും ഹംസും ആവും. നിന്നെ പോലുള്ളവരടുത്ത് കഴുകനും ആവും. കൊത്തിപ്പറിക്കുന്ന കഴുകൻ. ദിനം പ്രതി നിന്റെ അഹങ്കാരം കൂടിക്കൂടി വരുന്നുണ്ട്. നിന്നെ പിടിച്ച് കൂട്ടിലടച്ച് ആറ്റിലേക്ക് വലിച്ചെറിയും ഞാൻ. എന്നെ പിടിക്കാനിങ്ങ് വാ. നിന്റെ രണ്ട് കണ്ടും ഞാൻ കൊത്തിപ്പൊട്ടിക്കും. പോടാ മുട്ടത്തലയാ. എന്റെ കിട്ടും നിന്നെ. ഒരു പൂച്ച വാങ്ങി വളർത്തണം. അതോടെ ഈ ജന്തുവിന്റെ അഹങ്കാരം കുറയും. മണിക്കുട്ടൻ പാവാങ്ങളെ. എങ്ങനെ പാവം? നിനക്ക് ലൈൻ സെറ്റാക്കി തന്നോണ്ടല്ലേ നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നേ. പോടാ കള്ള കാമുക. നീ പോടാ സർപ്പത്തലേ. എന്തേലും ഒഴിഞ്ഞായിരുന്നോ? അല്ല, സർപ്പക്കാര് വിളക്ക് വെക്കുന്നവരും പറയായിരുന്നു. വേണ്ടായിരുന്നു. സെർവന്റിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു എന്ന് അമേരിക്കയിലുള്ള എന്റെ ഫ്രണ്ട്സ് അറിഞ്ഞാൽ കാറിലിരുന്ന് മടുത്തുപോയി. തിരിച്ചു പോകുമ്പോഴും ഇവള് കൂടെ ഉണ്ടാവൂല്ലെന്ന് ഓർക്കുമ്പോഴാ.
ഞാൻ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു. വിശാലിന്റെ കൂടെ ആദ്യമായിട്ടല്ലേ? ഡയലോഗ് അടിച്ചിരുന്നാലേ മോളടയ്ക്കും. ദേ, എന്റെ കൂടെ നടന്നേക്കരുത്. എന്നോട് സംസാരിക്കാൻ ചെയ്യരുത്. നീ എന്റെ കൂടെയാണ് വന്നതെന്ന് ആർക്കും മനസ്സിലാവരുത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എനിക്കും മനസ്സിലാവുന്നുണ്ട് ദുശീല ആന്റി. സോറി സുശീല ആന്റി. ഇടയ്ക്ക് എന്റെ നാവില് ആ ഗാർഗി കയറി വരും. അത് ജോലിക്കാരിയും കൊണ്ടാണ് ആന്റി ഷോപ്പിങ്ങിന് വന്നതെന്ന് ആർക്കും മനസ്സിലാവാൻ പാടില്ല. അതിലെ കാര്യം. പാർവതി ആന്റിയുടെ അടുക്കൽ വരില്ല. അത് ഞാൻ നോക്കിക്കോളാം. നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ വേഗത്തിൽ മനസ്സിലാവും. നിന്നോട് ആന്റി അടുത്ത് ചെല്ലരുതെന്ന് പറഞ്ഞത് നന്നായി. നിന്നെയും കൂട്ടി ഡോക്ടറെ അടുത്ത് പോയാല് ആന്റി അറിയില്ലല്ലോ. ആന്റിയെ പേടിച്ചിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാണെന്ന് വിചാരിച്ചോളൂ. എന്നെ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നേ? ആഹാ, നിനക്കപ്പോ സംസാരിക്കാൻ കഴിയോ? കാറിലെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയെന്ന്. ഓ, കളിയാക്കിയതാണല്ലേ? അല്ല, പുകഴ്ത്തിയത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത മരക്കഴുത. വാ, ഇറങ്ങ. ഇത് അയ്യോ, വിശാൽ സാർ ഇത് കണ്ടില്ലേ? ഇത് താനെ ഓടിപ്പോകുന്നു. താനെ ഓടിപ്പോകുന്ന ഈ സാധനത്തിൽ കയറി നിന്നാലേ നമുക്ക് താനേ മുകളിലെത്താൻ കഴിയും. ഇതിനെ എസ്കലേറ്റർ എന്നാ പറയുക. മുകളിലേക്ക് പോണ്ടേ? വാ, കേറ്. അയ്യോ, വേണ്ട വേണ്ട, ഞാനില്ല, എനിക്ക് പേടിയാ. ഇത് കേറാതെ മുകളിലേക്ക് എത്താൻ പറ്റില്ല. വാ, കേറ്. വാ. വേണ്ട സാർ, എനിക്ക് പേടിയാ. ഞാൻ വാ. എന്താ ഇത്? അവളോട് അവിടെ എവിടെയെങ്കിലും ഇരുന്നോളാൻ ഞാൻ പറഞ്ഞതല്ലേ? ഇതൊരു മോളല്ലേ ആന്റി? മോളിൽ പ്രവേശിക്കാൻ ഇവൾക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ എന്ന് ഇവള് പറഞ്ഞാലേ നമ്മൾ ചമ്മി പോവില്ലേ? ഇവിടുത്തെ സ്റ്റാഫിന്റെ മുന്നില് ആന്റി ചമ്മി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. വേഗം വന്ന് കേറ്. അയ്യോ, വേണ്ട സാർ, എനിക്ക് പേടിയാ. അയ്യോ, വാ.